തലസ്ഥാനം ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ച് വളരെ വലിയ ഭക്തജന തിരക്കാണ് തലസ്ഥാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിന് ശേഷം ഇപ്പോൾ പണ്ടാര അടുപ്പിൽ തീ പകർന്നതിന് ശേഷം ഇപ്പോൾ പൊങ്കാല ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ചതാണ്. എന്തായാലും ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മറുനാടന്റെ പ്രേക്ഷകരുമായി തത്സമയം പങ്കെടുക്കുക. അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെ ദേവി ശരണം, വിഷയങ്ങളെല്ലാം മാറ്റിത്തരണം. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും ദുഃഖങ്ങളും ഉള്ള സ്ത്രീകൾ ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറ്റാനുമായി അവർ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയ്ക്ക് മുൻപിൽ നൈവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങാണ് നടക്കുവാൻ പോകുന്നത്. എന്തായാലും ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് നമ്മളിപ്പോൾ മറുനാടന്റെ പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 10 കാലോട് കൂടി പണ്ടാര അടുപ്പിൽ തീ പകർന്നുകൊണ്ട് ഈ പൊങ്കാല മഹോത്സവം പൊങ്കാല അർപ്പിക്കുന്ന ചടങ്ങുകൾ ആരംഭിക്കും. നോവും നിറവുകളും ആദിപരാശക്തിയായ അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിച്ച് ആത്മസായുജ്യം അടയുന്ന ആറ്റുകാൽ പൊങ്കാലയാണ് ഇന്ന് നടക്കുന്നത്. ദുഃഖങ്ങളെ കനലെരിയിച്ച് ജീവിതാനന്ദത്തിന്റെ മധുരവും നിവേദിച്ച പൊങ്കാലയുമായി മടങ്ങാൻ ഭക്തലക്ഷങ്ങൾ എന്തായാലും തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിന് ശേഷം ഇപ്പോൾ പണ്ടാരടുപ്പിൽ പകർന്നുകൊണ്ട് പൊങ്കാല ആരംഭിക്കുന്നതാണ്. ഇന്ന് രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടെയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നത്. 10:15 അതായത് ഇപ്പോൾ 10:13 ആയിരിക്കുന്നു. 10:15 അടുപ്പ് വെച്ച് ചടങ്ങ് നടക്കും. പൊങ്കാലടുപ്പിൽ തീ പകർന്നതിന് ശേഷം പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടത്തുന്ന ഭാഗം തോറ്റം പാട്ടുകാർ പാടിയാറുടൻ തന്ത്രി പരമേശ്വരൻ വാസുദേവൻ കഥകുൽപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഈ മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ പകരും. ഇതേ ദീപം വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുന്നിലൊരുക്കിയ പണ്ടാര അടുപ്പിലും പകരും. ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും അകപ്പടിയായി സേവിക്കുകയും ചെയ്യും. പണ്ടാര നിന്ന് പകരുന്ന ദീപമാണ് ഭക്തരുടെ ലക്ഷക്കണക്കിന് അടുപ്പുകളെ ജ്വലിപ്പിക്കുക. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദ്യം നടക്കുക. രാത്രി 7:45 കുത്തിയോട്ട ഭാരന്മാരെ ചൂരൽ കൊട്ടും. 11:15 മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത് നടത്തുന്നു. അതേസമയം നാളെ രാവിലെ 5 ശാസ്താ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷം തിരിച്ചെഴുന്നള്ളത്തും ഉണ്ടാകും. രാത്രി 10 കാപ്പഴിച്ച് ദേവിയെ കൊടിയിറക്കും. രാത്രി 1 നടക്കുന്ന കുരുതി തർപ്പണത്തോടെ കൊല്ലത്തെ പൊങ്കാല ഉത്സവത്തിന് സമാപനമാവുകയും എന്തായാലും പൊങ്കാല സമർപ്പണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തലസ്ഥാനത്ത് നടന്നു കഴിഞ്ഞു. അല്പസമയത്തിന് ശേഷം പൊങ്കാല അടുപ്പിൽ നിന്നും തീ പകർന്നുകൊണ്ട് പൊങ്കാല സമർപ്പണത്തിനുള്ള എല്ലാ ചടങ്ങുകളും അല്പസമയത്തിന് ശേഷം ആരംഭിക്കുന്നതാണ്. എന്തായാലും ഭക്തിയുടെ നിറവിലാണ് തലസ്ഥാനം. ഭക്തി സാന്ദ്രമാണ്. അല്പസമയത്തിന് ശേഷം ഒരു വൻ യാഗശാലയായി നമ്മുടെ തലസ്ഥാനം മാറുകയാണ്. സമയത്തിന് ശേഷം ആറ്റുകാൽ ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ അടുപ്പായ പണ്ടാര അടുപ്പിൽ തീ പകർന്നതിന് ശേഷം ഈ പകർന്നുകൊണ്ട് മറ്റടുപ്പുകളിൽ ലക്ഷക്കണക്കിന് അടുപ്പുകളിൽ തീ പകർന്നുകൊണ്ട് പൊങ്കാല ആരംഭിക്കും. അമ്മമാരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ചടങ്ങിൽ പങ്കാളികളായി യാത്രക്കാൾ അധികം സ്ത്രീകൾ ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു.
എന്തായാലും പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്നതിന്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിന് ശേഷം മറുനാടക പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കുന്നതാണ്. സ്നേഹരണം, ദേവീകരണം, കുറ്റങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ മാറ്റിത്തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തർ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അമ്മയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്ന ഈ വലിയൊരു ചടങ്ങിൽ ആറ്റുകാലിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതൽ പേരാണ് ഇപ്പോൾ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതായത് മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വലിയൊരു ചടങ്ങിനായി എത്തിച്ചേർന്നിരിക്കുന്നു. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. എന്തായാലും ഈയൊരു പൊങ്കാലയുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുൻപിൽ CPO റാങ്ക് പട്ടികയിൽ വന്ന ഏകദേശം 10,000-ൽ പരം ഉദ്യോഗാർത്ഥികളുടെ അമ്മമാർ പൊങ്കാലയിട്ടിരുന്നു. സമാനമായ രീതിയിൽ ഇപ്പോൾ ആശാ വർക്കർമാരും ഇവിടെ പൊങ്കാലയിടുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എന്തായാലും ആശാ വർക്കർമാർ ഇവിടെ ഉന്നയിക്കുന്നത് സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കണമേ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ്. എന്തായാലും ഓരോ ഭക്തർക്കും അവരവരുടെ ആഗ്രഹങ്ങളും ദുഃഖങ്ങളും എല്ലാം തന്നെയുണ്ട്. അതെല്ലാം അമ്മ പരിഹരിച്ചു തരും. അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ആറ്റുകാൽ അമ്മയ്ക്ക് നൈവേദ്യം സമർപ്പിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിലൂടെ. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് തലസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഇന്ന് പൊങ്കാല മഹോത്സവം നടക്കുകയാണ്. ഭക്തർ കാത്തിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഭക്തലക്ഷങ്ങൾ ഒരുമിച്ച് തലസ്ഥാനത്ത് പൊങ്കാല അർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. എന്തായാലും ഇന്ന് 10 അതായത് ക്ഷേത്രത്തിന് മുന്നിലെ ഭണ്ഡാര അടുപ്പിൽ തീ പകരുന്നതോടുകൂടി ഇവിടെ മറ്റ് അടുപ്പിലേക്ക് തീ പകർന്നുകൊണ്ട് പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാവുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് ആറ്റുകാൽ ക്ഷേത്രങ്ങളിലും തലസ്ഥാനത്തും ഉള്ളത്. എന്തായാലും തലസ്ഥാന നഗരിയിലും ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ ഇത്തവണ തലസ്ഥാന നഗരിയിൽ പൊങ്കാലത്തിന് മുൻ വർഷങ്ങളിലേക്കാൾ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ദേവീ ദർശനത്തിനായി നീണ്ട ക്യൂവാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. രാവിലെ 9:45 ശുദ്ധപുണ്യാഹത്തോടെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. 10:15 അടുപ്പ് വെട്ട് എന്ന് പറയുന്ന ചടങ്ങ് ഇപ്പോൾ ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. പണ്ടാര അടുപ്പിൽ നിന്നും തീ പകരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അടുപ്പിലേക്ക് തീ പകരുകയാണ്. അമ്മമാർ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുപ്പിലേക്ക് തീ പകരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തീ പകരുകയാണ്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ പണ്ടാര അടുപ്പിൽ നിന്നും തീ പകർന്നു കഴിഞ്ഞു. എല്ലാ അടുപ്പുകളിലേക്കും തീ പകരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അമ്മമാരാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ മാറണമേ, ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാകണം എന്ന അമ്മയോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പൊങ്കാല സമർപ്പണം നടത്തുന്ന ചടങ്ങാണ് നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ അടുപ്പുകളിലേക്കും തീ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് പുണ്യാഹം തടുത്തുകൊണ്ടുള്ള ചടങ്ങ് ആരംഭിച്ചത്. ഇപ്പോൾ പണ്ടാരടുപ്പിൽ നിന്നും തീ പകർന്നിരിക്കുന്നു. 1:15 നിവേദ്യ സമർപ്പണം
നടക്കുക. പഴുത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ക്ലബ്ബുകളും റിസർവിംഗ് അസോസിയേഷനുകളും പൊങ്കാല സമർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഭക്തിസാന്ദ്രമായ നിമിഷമാണ് തലസ്ഥാന നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന ഒരു യാഗശാലയായി മാറിയിരിക്കുന്നു. എന്തായാലും ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ അതായത് വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് അടുപ്പുകൾ ഉണ്ട്. അതായത് ഈ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വലിയ രീതിയിൽ ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യമാണ്. അതായത് ശേഷം വലിയ സമർപ്പണമാണ്. ആ ഒരു ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്രോൾ പമ്പുകൾ, ട്രാൻസ്ഫോമറുകൾ എന്നിവയ്ക്ക് സമീപം അടുപ്പ് കത്തിക്കരുത്. സുരക്ഷിതമായ അകലം പാലിച്ചു ഭക്തജനങ്ങൾ മുഖാമുഖമായി അടുപ്പുകൾ ക്രമീകരിക്കുക. സുരക്ഷിത അകലം അത്യാവശ്യമായ വീണാക്കുന്നത് ഉപയോഗിക്കുന്നതിനാൽ സമീപത്താൽ അല്പം വെള്ളം കരുതുക. തലസ്ഥാന നഗരിൽ ഭക്തിസാന്ദ്രമായ കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആറ്റുകാല പ്രത്യേക പൊങ്കാല സമർപ്പണ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങൾ മറ്റായുള്ള പ്രത്യേക സമർപ്പണമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നത്. അതുകൂടാതെ ഈ തീയുടെ അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ വെള്ളം കൃത്യമായി കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തം ആരോഗ്യം പ്രവർത്തിക്കുക എന്നതാണ് പറയാറുള്ളത്. എന്തായാലും പൊങ്കാല സമർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ വലിയ രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പങ്കാലടുപ്പിൽ അല്പസമയം മുൻപാണ് തീ പകർന്നു നൽകിയത്. ഇപ്പോൾ എല്ലാവരും തന്നെ ഈ അമ്മയ്ക്ക് നിവേദനം സമർപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും 10:15 അടുപ്പുവെട്ട് ചടങ്ങ് നടന്നത്. 1:15 നിവേദ്യ സമർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുക. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തായാലും തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ചടങ്ങാണ് തലസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത്. സ്ത്രീ ഭക്തജനങ്ങളുടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് തലസ്ഥാനത്ത് പൊങ്കാല സമർപ്പണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത്.
എന്തായാലും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വീണ്ടും ഒരു പൊങ്കാലക്കാലം കൂടി വന്നിരിക്കുകയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ 2 ഗിന്നസ് റെക്കോർഡുകളുടെ നിറവിലാണ്. മതപരമായ ഒരു ആചാരത്തിനായി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അണിചേരുന്ന ഉത്സവം എന്ന അംഗീകാരം ഈ ക്ഷേത്രത്തിന് മാത്രമാണ് സ്വന്തം. 2009 ഗിന്നസ് രേഖകൾ പ്രകാരം 2.5 ദശലക്ഷം പേരാണ് ആറ്റുകാൽ പൊങ്കാലയിൽ അന്ന് പങ്കെടുത്തത്. അതിനേക്കാൾ കൂടുതൽ പേർ ഇത്തവണ പങ്കെടുത്തിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. കാരണം തിരുവനന്തപുരം ജില്ലയിൽ അങ്ങോളമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിരവധി അടുപ്പുകളാണ് ഇത്തവണ നിലനിൽക്കുന്നത്. ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ആറ്റുകാൽ സംഘനാഥ ദേവീയുടെ കാലഘട്ടത്തോടെയാണ്. പണ്ടുകളും കപ്പിയുമായി കണ്ണൂർ ജില്ലയിലെ കരിവന്തൂരിലാണ് ജനിച്ചത്. ചെറുപ്പത്തിലെ ഉത്തരേന്ത്യയിലെത്തിയ ഇദ്ദേഹം ജ്യോതിശാസ്ത്രത്തിലും പാണ്ഡിത്യം നേടി. പിൽക്കാലത്ത് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട മഹാരാജ രഞ്ജിത് സിംഗിന്റെ സദസ്സിലെ അംഗവും ഉപദേഷ്ടാവും മന്ത്രിയുമായി. ശംഖനാഥ ദേശിനെ കുറിച്ച് അറിഞ്ഞ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ രാമവർമ്മ അദ്ദേഹത്തെ തന്റെ സദസ്സിലേക്ക് ക്ഷണിച്ചു. 1840-കളിൽ അദ്ദേഹം ഇവിടെ എത്തുകയും ചെയ്തു. ജഡ്ജിയും ഫൗജ്ദാറുമായി സ്വാതി തിരുനാൾ അദ്ദേഹത്തെ നിയമിച്ചു. അക്കാലത്താണ് ആറ്റുകാലിലെ പ്രസിദ്ധമായ ചെറുകര വീട്ടിലെ ലക്ഷ്മി അമ്മയെ വിവാഹം കഴിക്കുന്നത്. കാഞ്ചിയിലെ കാമാക്ഷി ദേവിയുടെ ഉപാസകനായിരുന്ന അദ്ദേഹം ഈ കുടുംബത്തിന്റെ തെക്കതിലെത്തി ദേവിയെ ഭജിക്കുന്നത് പതിവായിരുന്നു. അപൂർവമായ ദേവീ ചൈതന്യം ഇവിടെ ദർശിച്ച കാര്യം സ്വാതി തിരുനാൾ മഹാരാജാവിനെ ശ്രദ്ധയിൽപ്പെടുത്തി ദേവീ വിഗ്രഹം നിർമ്മിച്ച് ആരാധന നടത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുകയും ചെയ്തു. പിന്നീട് വൈക്കപ്ലാവിൽ ചതുർബാഹുവായ വിഗ്രഹം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇത്തരത്തിലാണ് ഇതിന്റെ ചരിത്രം പോകുന്നത്. ആ വിഗ്രഹമാണ് ഇപ്പോഴും ഇവിടെ ആരോപിക്കുന്നത്. നേപ്പാളിലെ ഖണ്ഡകി നദിയിൽ എത്തിച്ച താള ഗ്രാമങ്ങളാണ് ശ്രീപത്മനാഭസ്വാമി വിഗ്രഹത്തിൽ ഉള്ളത്. എന്തായാലും ഈ താളഗ്രാമങ്ങളിൽ കുറച്ച് കൊട്ടാരത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നൽകിയതാണ് തിരുവിതാംകൂർ രാജകുമാരൻ ചെയ്തു. ശങ്കരനാഥ കുറിച്ച് ദേവിയെ കുറിച്ച് ധാരാളം സ്തോത്രങ്ങളും രചിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ആറ്റുകാൽ ശങ്കരപിള്ളയും പിതാവിന്റെ പാർവ്വതനും രുചിയും പണ്ഡിതനുമായ ഉപാസകരായിട്ടുള്ളത്. എന്തായാലും ആറ്റുകാൽ ക്ഷേത്രം മാറ്റത്തിന്റെ വഴികൾ ഇങ്ങനെയാണ്. താഴെ പറയുന്നതാണ്. ദീർഘകാലം ക്ഷേത്രത്തിന്റെ മേൽനോട്ടം ചെറുതര ആയിരുന്നു. നാട്ടുകാരന്റെ രോഗം വിളിക്കുന്ന ക്ഷേത്രങ്ങളിൽ കൈമാറിയ ക്ഷേത്രമാണ് ആറ്റുകാൽ. 1962 ആദ്യത്തെ ട്രസ്റ്റ് കമ്മിറ്റി നിലവിലിരുന്നു. പിൽക്കാലത്ത് അത് വിപുലീകരിച്ചുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ഒരു ജനകീയ സമിതി ഭരണം കൈമാറി. 1968 പണി ആരംഭിച്ചു. ഇങ്ങനെ പോകുന്ന ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിലാണ് ഇത്രയും, അതായത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ശബരിമല ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ആചാരമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. 2009 ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ ലഭിക്കുന്നു. അത്രയ്ക്ക്, അതായത് 2.5 ലക്ഷം ഭക്തജനങ്ങളാണ് ആറ്റുകാൽ നമുക്ക് പുറത്തിനായി അനുസരിച്ചത്. നിരവധി ഭക്തജനങ്ങളാണ് ആറ്റുകാൽ നമുക്ക് ചേർന്നിരിക്കുന്നത്.
കൂടാതെ ഉൾപ്പെടുന്നുണ്ട്. അതായത് പൊങ്കാല സമർപ്പണ ചടങ്ങുകളാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലാണ് നമുക്ക് മത്സരങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. ഒരു നമുക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ ആശമാരുടെ ഒരു പൊങ്കാല സമർപ്പണവും നടക്കുന്നു. പലരും ആശമാരുടെ പൊങ്കാല പ്രത്യേക പൊങ്കാലയാണ് എന്നുള്ള രീതിയിൽ എല്ലാം തന്നെ വാർത്ത നൽകുന്നത്. എന്നാൽ അത്തരത്തിൽ ഒരു പ്രതിഷേധ പൊങ്കാലയല്ല എന്നാണ് നമ്മളുടെ ആശാവർക്കർമാർ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ സർക്കാർ തമ്മിലുള്ള പ്രാർത്ഥനയാണ് ആറ്റുകാർ അമ്മയ്ക്ക് മുമ്പിലേക്ക് വെക്കുന്നത് എന്നാണ് ആശാവർക്കർമാർ നമ്മളോട് എന്തായാലും അവരുടെ ആവശ്യത്തിലാണ് ആശാവർക്കർമാർ ഏകദേശം 100-ലധികം ആശാവർക്കർമാരാണ് ഇപ്പോൾ പൊങ്കാല സമർപ്പണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് ഇത്തവണ ആറ്റുകാലിൽ പൊങ്കാല സമർപ്പണത്തിനായി കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതൽ ഇവിടുന്ന് വരുന്നേ കുറെ കാലമായി പൊങ്കാലയുടെ ആശാവർക്കറാണ് ഇതിനൊന്ന് കണ്ടിട്ടാണ് മുഖപരിചയം അതുകൊണ്ട് എന്താണ് അവർ സർക്കാരിനോട് എന്താ പറയുക? സർക്കാർ എന്താ ഇത്രയും കാലമായിട്ട് കണ്ണു തുറന്നില്ലേ? പൊങ്കാലയിട്ടാണെങ്കിലും ഒന്ന് കണ്ണു തുറക്കുമ്പോഴാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാലും ഇത്രയും കാലം നല്ല മനോവിഷമമുണ്ട്. എപ്പോഴും വീട്ടിനിടയിലും കോവിഡ് അടുത്തൊക്കെയാണ് പൊങ്കാല ഇടുന്നത്. ഇപ്പോഴത്തേക്കും ഇവിടെ തന്നെ ഇടണമെന്നുള്ളൊരു നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇടണമെന്നുള്ളത്. അധികാരികൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ കണ്ണു തുറക്കട്ടെ അവരെ. കൊറോണ സമയത്ത് വീട്ടിന്റെ നടയിലാണ് എന്തായാലും ആൾക്കാരുടെ പേരുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഇതിനോടൊപ്പം പ്രതികരിച്ചത്. മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാരിനായി സർക്കാർ ആൾക്കാവർക്കന്മാർ പങ്കുവെക്കുന്നത്.